നമസ്കാരം, ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. സ്ത്രീകൾ പൊതുവേ നാം കണ്ടുവരുന്നത് പ്രസവം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയാൽ പിന്നെ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വരുന്നത് വളരെ വിരളമായിട്ടാണ്. സ്ത്രീകൾ ഗൈനക്കോളജിസ്റ്റിനെ പ്രസവ സംബന്ധമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ കാണേണ്ട കാര്യമുണ്ടോ എന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ സ്ത്രീകൾ പൊതുവേ മാസക്കുളി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ വെള്ളപ്പോക്കിൻ്റെ അസുഖമുണ്ടെങ്കിലോ അല്ലെങ്കിൽ മാസക്കുളി സമയത്ത് വേദനയുണ്ടെങ്കിലോ ഒക്കെയാണ് ഗൈനക്കോളജിസ്റ്റുകളെ കാണാൻ വരുന്നത്. ഈ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ സാധാരണഗതിയിൽ അവർ പിന്നെ ഗൈനക്കോളജിസ്റ്റുകളെ കാണാറില്ല. ഇത് ശരിയല്ല. തീർച്ചയായിട്ടും പ്രസവ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാലും അവർ ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടതുണ്ട്. ഇത് എന്തുകൊണ്ടാണ്? നമ്മൾ ഏറ്റവും ഭയക്കുന്ന ഒരു അസുഖം, നമ്മളെല്ലാവരും തന്നെ ഏറ്റവും ഭയക്കുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് ക്യാൻസർ അഥവാ അർബുദമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് വരുന്ന അർബുദം ബാധിക്കുന്നത് ഒന്നുകിൽ മാറിടത്തെ, അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ മുഖം ആയ സെർവിക്സിനെ, അതല്ലെങ്കിൽ ഗർഭാശയത്തിനെ, യൂട്രസിനെ തന്നെ, അതല്ലെങ്കിൽ അതിൻ്റെ സൈഡിലുള്ള അണ്ഡാശയത്തിനെ. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു ഗൈനക് ചെക്കപ്പ് അത്യാവശ്യമാണ്. ഈ ക്യാൻസർ സെർവിക്സ് ഉണ്ടാക്കുന്നത് ഒരു വൈറസാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നൊരു അണുവാണ് ക്യാൻസർ സെർവിക്സ് ഉണ്ടാക്കുന്നത് എന്ന് സംശയാതീതമായി തെളിഞ്ഞിട്ടുണ്ട്. ഈ വൈറസ് ബാധ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന സ്ത്രീകളിൽ 90% കൂടുതൽ പേരിലും കാണുന്നു എന്നതാണ് കാണുന്നത്. ഈ വൈറസ് ചില കോശങ്ങളിലുള്ള വ്യത്യാസം ഉണ്ടാക്കുന്നു. 90% പേർക്കും ആ കോശങ്ങളിലെ വ്യത്യാസം നോർമലാകുന്നു. എന്നാൽ 10% പേർക്ക് 10-15 വർഷമെടുത്ത് ഇത് ക്യാൻസറിലേക്ക് നീങ്ങുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ക്യാൻസറിൻ്റേതായ വ്യതിയാനങ്ങൾ എന്തെങ്കിലും സെർവിക്സിൽ വരുന്നുണ്ടോ എന്നറിയുന്നതിനായിട്ട് 30 വയസ്സ് തുടങ്ങി എല്ലാ 3 വർഷവും പാപ്സ്മിയർ ടെസ്റ്റ് എന്ന വളരെ ലളിതമായ വേദനാരഹിതമായ അധികം പണച്ചെലവില്ലാത്ത ടെസ്റ്റുകൾ എടുത്തുകൊണ്ടിരിക്കണം. സാധാരണഗതിയിൽ കേരളത്തിൽ ഒരു 22-23 വയസ്സാകുമ്പോഴാണ് പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്നത്. ഒരു 10 വർഷം എന്ന കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ 30 വയസ്സ് എന്ന് പറയുന്നത്. 18 വയസ്സിൽ കല്യാണം കഴിക്കുന്നവർ 25 വയസ്സിൽ തന്നെ ഈ ടെസ്റ്റുകൾ തുടങ്ങേണ്ടതാണ്. അപ്പോൾ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും ഉപദേശം തേടുകയും വേണം. പിന്നെ വരുന്നത് ഗർഭാശയത്തിനകത്തെ ക്യാൻസറാണ്. ഇത് പൊതുവെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ക്യാൻസറാണ്. മാസക്കുളിയിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നൊരു ക്യാൻസറാണ്. ഇടതടവില്ലാതെ ബ്ലീഡിങ് വരികയും മാസക്കുളി സമയത്ത് ബ്ലീഡിങ് കൂടുകയും ഒക്കെ ചെയ്യുന്ന ഒരു അസുഖമാണിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ മാസക്കുളിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ സാധാരണ എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞിരിക്കാതെ അങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും ഒരു സ്കാൻ ചെയ്യിക്കുകയും വേണം. ഇത് ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ക്യാൻസർ. ലക്ഷണങ്ങൾ ഉണ്ടാക്കാത്ത ക്യാൻസറുണ്ട്. അത് ഏറ്റവും ഭയക്കേണ്ടത് അണ്ഡാശയത്തിലെ ക്യാൻസറിനെയാണ്. 30 തൊട്ട് 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും അണ്ഡാശയത്തിലെ ക്യാൻസർ വരാമെങ്കിലും അതിൻ്റെ സിവിയറിറ്റി, അതിൻ്റെ ഗുരുതരാവസ്ഥ കുറഞ്ഞാണ് നമ്മൾ കാണുന്നത്. പക്ഷേ 50 വയസ്സ് കഴിഞ്ഞ് വരുന്ന അണ്ഡാശയത്തിലെ ക്യാൻസർ ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല വളരെ പെട്ടെന്ന് വ്യാപിക്കുകയും വളരെ മോശമായി തന്നെ സ്ത്രീകളുടെ ജീവനെ അത് ബാധിക്കുകയും ചെയ്യും. അത് കണ്ടുപിടിക്കണമെങ്കിൽ വർഷാവർഷമുള്ള സ്കാനിങ്ങിന് വിധേയരാകണം. അതുകൊണ്ട് 40 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ ക്യാൻസർ ഉണ്ടോ എന്നുള്ള ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടി ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടതാണ്. തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുമ്പോൾ മാറിടത്തിൽ മുഴയുണ്ടോ എന്ന് പരിശോധിക്കുകയും മുഴ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു തരികയും അതില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്വയം പരിശോധിക്കേണ്ടത്, മാറിടങ്ങൾ പരിശോധിക്കേണ്ടത് എന്ന് പറഞ്ഞു തരികയും ചെയ്യും.
മാറിടത്തിലെ മുഴകൾ ഡോക്ടർമാരല്ല സാധാരണ കണ്ടുപിടിക്കുന്നത്. ഭൂരിഭാഗം സ്ത്രീകളിലും സ്വയം കണ്ടുപിടിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ളൊരു അവബോധവും ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അസുഖം വന്നാൽ മാത്രം ഗൈനക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളത് മാറ്റിവെച്ചിട്ട് പാപ്പ് സ്മിയർ ചെയ്യാനായിട്ടും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാനായിട്ടും നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടതാണ്. പലരും ഗർഭപാത്രത്തിലെ മുഴകൾ 7-8 മാസം വരെ വലിപ്പം വെച്ചതിന് ശേഷമാണ് ഡോക്ടർമാരുടെ അടുത്ത് വരുന്നത്. കാരണം അത് പ്രത്യേകിച്ച് ബ്ലീഡിങ്ങും വേദനയൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് അവർ അറിയാതെ പോകുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ക്യാൻസറിനെ ഭയമുള്ളവരും നമ്മുടെ ആരോഗ്യത്തിൽ ശ്രദ്ധാലുക്കളുമായ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ സ്ത്രീകൾ ഒരു പ്രത്യേക കാലയളവിനിടയിൽ തന്നെ ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും ഉപദേശങ്ങൾ സ്വീകരിക്കുകയും വേണം.